48 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുര കടലാസിൻ്റെ മൂലകളിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ശേഷിക്കുന്ന രൂപത്തിൻ്റെ ചുറ്റളവ് എത്രയാകും? നമുക്ക് നോക്കാം. ഒരു സമചതുരം വരച്ചാൽ 48 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരമാണ് നമ്മൾ വരച്ചത്. ഇതിൻ്റെ 4 സൈഡുകളിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം മുറിച്ച് മാറ്റുന്നു. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ഈ രൂപത്തിൻ്റെ ഒരു എച്ച് പോലെയുള്ള ഈ രൂപമില്ലേ, അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 48 സെൻറ്റിമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 12 വന്നു. അങ്ങനെ എല്ലാ സൈഡും 12 വീതമാണ് നമുക്ക് കിട്ടുക, അല്ലേ? 12 വീതം കിട്ടും. ഈ 12ൽ നിന്ന് ഇവിടെ 1 സെൻറ്റിമീറ്റർ മുറിച്ചു, ഇവിടെയും 1 സെൻറ്റിമീറ്റർ മുറിച്ചു, 2 സെൻറ്റിമീറ്റർ ഈ നീളത്തിൽ മുറിച്ചു. പക്ഷേ ആ നീളത്തിൽ മുറിച്ചപ്പോൾ നമുക്ക് ഇവിടെ 1 താഴോട്ട് കിട്ടി, ഇവിടെ 1 കിട്ടി, 2 ഇവിടെ കിട്ടി, അല്ലേ? അപ്പോൾ ഇവിടെ 2 കിട്ടിയപ്പോൾ ഈ സൈഡിലും 2 കിട്ടി, ഇവിടെയും 2 കിട്ടി, ഇവിടെയും 2 കിട്ടി. ആ മുറിഞ്ഞു പോയത് നമുക്ക് അതിൻ്റെ ഷേപ്പിലൊന്ന് വ്യത്യാസം വന്നതേ ഉള്ളൂ. നമുക്ക് ചുറ്റളവിൽ മാറ്റം വന്നില്ല, ഷേപ്പ് മാറിയെന്നുള്ളൂ. ഇങ്ങനെ ഈ പുറത്തേക്ക് തള്ളിയിരുന്ന ഈ 2 സൈഡ് അകത്തേട്ട് ഇങ്ങനെ മാറി, അല്ലേ? മുറിച്ചപ്പോൾ മാറി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റളവിൽ വ്യത്യാസമില്ല, അതിൻ്റെ ഏരിയയിലാണ്, ഇതിൻ്റെ വലുപ്പത്തിലാണ്, ഈ ഉള്ളിലുള്ള ഈ വലുപ്പത്തിലാണ് വ്യത്യാസം വന്നത്, അല്ലേ? അപ്പോൾ ചുറ്റളവ് 48 തന്നെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ.